ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് CE 404 സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് ആണ്. ആൻഡ് ദ ടോപ്പിക് ഈസ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് റിസോഴ്സസ്. Myself, Jayalekshmi AS, final year BTech in Civil Engineering, SNIT Adoor. So, let's have a look at the contents. In the contents, I have included definition, types of unit estimation, formulae, advantages and disadvantages. ഇനി ഡെഫിനിഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് എസ്റ്റിമേഷൻ? ഒരു കൺസ്ട്രക്ഷൻ വർക്കുണ്ട്. ആ കൺസ്ട്രക്ഷൻ വർക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സോ ഓരോ ഐറ്റംസിൻ്റെയും ക്വാണ്ടിറ്റീസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ എക്സ്പെൻസസ്, അതായത് പ്രോബബിൾ എക്സ്പെൻസ് ഡിറ്റർമൈൻ ചെയ്യണം. സോ ദ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ക്വാണ്ടിറ്റീസ് അലോങ് വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ പ്രോബബിൾ എക്സ്പെൻസസ് ഇസ് ടുഗദർ കോൾഡ് എസ്റ്റിമേഷൻ. ഇനി എസ്റ്റിമേഷൻ്റെ ഔട്ട്പുട്ട് എന്താ? ഓരോ പ്രോബബിൾ എക്സ്പെൻസും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ കിട്ടുന്നത് ആ പെർട്ടിക്കുലർ കൺസ്ട്രക്ഷൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റാണ്. ഈ എസ്റ്റിമേറ്റഡ് കോസ്റ്റും കൺസ്ട്രക്ഷൻ്റെ ആക്ച്വൽ കോസ്റ്റും അപ്രോക്സിമേറ്റ്ലി അല്ലെങ്കിൽ നിയർലി ഈക്വൽ ആയിരിക്കും. ഇനി നോക്കുന്നത്, പ്രൊജക്റ്റ് ലാർജ് ആണെങ്കിൽ എന്താ ചെയ്യുക? ലാർജ് പ്രൊജക്ട്സ് ആണെങ്കിൽ കൺവീനിയൻസിന് കോൺട്രാക്ടേഴ്സ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലാർജ് പ്രൊജക്ട്സിനെ സ്മോൾ കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കമ്പോണൻസിൻ്റെയും എസ്റ്റിമേഷൻ എടുത്തിട്ട് ഫൈനലി ആഡ് ചെയ്താൽ മതി. അപ്പോൾ കമ്പോണൻസ് ആക്കുന്നത് മേജർ കമ്പോണൻ്റ് ആകാം, മൈനർ കമ്പോണൻസ് ആകാം. അതെല്ലാം ഒരു കോൺട്രാക്ടറിൻ്റെ കൺവീനിയൻസ് ആണ്. ഒരു പൈ ചാർട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു പ്രൊജക്റ്റിനെയാണ് ഞാൻ ഡെപെക്റ്റ് ചെയ്തത്. അതിനെ മേജർ ആൻഡ് മൈനർ കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യൂഷ്വലി മൈനർ കമ്പോണൻസിനെ എലിമിനേറ്റ് ചെയ്യാറാണ് പതിവ്. ഈ ഒരു ടെക്നിക്കൽ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ യൂണിറ്റ് കോസ്റ്റ് മെത്തേഡിൻ്റെ ഫൗണ്ടേഷൻ. ആൻഡ് ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് വാട്ട് ഈസ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ്. യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്, പക്ഷേ അവിടെ ലാർജ് പ്രൊജക്ട്സിനെ മാത്രമേ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. എന്നാൽ യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് വരുമ്പോൾ ലാർജ് ആൻഡ് സ്മോൾ പ്രൊജക്ട്സ് എല്ലാം ഡിവൈഡ് ചെയ്തിട്ട് എസ്റ്റിമേഷൻ എടുക്കുന്നത്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, എസ്റ്റിമേഷനിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രൊജക്ട്സിൽ മൈനർ ആൻഡ് മേജർ കമ്പോണൻസ് വരും. ഇതിൽ മൈനർ കമ്പോണൻസിനെ എല്ലാം അവർ നെഗ്ലക്റ്റ് ചെയ്തിട്ട് മേജർ കമ്പോണൻസിൻ്റെ മാത്രം ഓരോന്നിൻ്റെയും എസ്റ്റിമേഷൻ എടുത്തിട്ട് ഫൈനലി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എസ്റ്റിമേറ്റഡ് കോസ്റ്റാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ടൈപ്സ് നോക്കാം. മെയിനായിട്ടും യൂണിറ്റ് കോസ്റ്റ് മെത്തേഡിൽ 3 ടൈപ്പാണുള്ളത്: പ്രിലിമിനറി കോസ്റ്റ് എസ്റ്റിമേറ്റ്, ഡീറ്റെയിൽഡ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ആൻഡ് ഫൈനലി എഞ്ചിനീയേഴ്സ് കോസ്റ്റ് എസ്റ്റിമേറ്റ്. ഇതിൽ പ്രിലിമിനറി കോസ്റ്റ് എസ്റ്റിമേറ്റ് ആണ് ഏറ്റവും ഈ ഒരു മെത്തേഡിൽ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത്. കാരണം ഒരു റഫ് എസ്റ്റിമേഷൻ നമുക്ക് പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഇതിൽ ഡ്രോയിങ്സോ സ്പെസിഫിക്കേഷൻസോ IS കോഡുകളോ ഒന്നും വേണ്ടത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു കോൺട്രാക്ടറിനെയാണ്. ആ കോൺട്രാക്ടറിൻ്റെ പാസ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഡയറക്റ്റ്ലി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണിത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫ്ലോറിൻ്റെ എസ്റ്റിമേഷൻ എടുക്കണം. അപ്പോൾ യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് ആയിട്ട് അയാൾ ആദ്യം ചെയ്യുന്നത് ആ പ്രൊജക്റ്റിനെ മൈനർ ആൻഡ് മേജർ കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആൻഡ് മേജർ കമ്പോണൻറ്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അതായത് ഫ്ലോറിൻ്റെ കേസ് വരുമ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രം എടുക്കും. ലെങ്ത്തും ബ്രെഡ്ത്തും എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഏരിയ കിട്ടും. ആ ഏരിയ കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കിട്ടും. കോസ്റ്റ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹത്തിന് അറിയാം ഹൗ മച്ച് വിൽ ബി ദ കോസ്റ്റ്. അതുപോലെ എന്തെങ്കിലും ഇൻബിൽറ്റ് മെഷീനറി വരുന്ന കേസാണെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ കൂടെ ആ ഫ്ലോറിൽ വരും. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ടേ എടുക്കുള്ളൂ. നെക്സ്റ്റ് ഈസ് ദ ഡീറ്റെയിൽഡ് കോസ്റ്റ് എസ്റ്റിമേറ്റ്. നമ്മൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു എക്സ്പെക്റ്റഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കിട്ടും. ആ എസ്റ്റിമേറ്റഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ, അതായത് അപ്രോക്സിമേറ്റ്ലി എങ്കിലും ഈക്വൽ ആണോ എന്ന് വെരിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഇനി ഈ മെത്തേഡ് യൂസ് ചെയ്യുന്ന വേറെ 3 ഒരു സിറ്റുവേഷൻസ്. ഒന്ന്, നമുക്കൊരു പ്രോപ്പർ മെഷർ ആവശ്യമുള്ളപ്പോൾ ഈ ഒരു എസ്റ്റിമേറ്റ് എടുക്കണം. അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ ഐറ്റംസിൻ്റെയും പ്രൈസോ അല്ലെങ്കിൽ മെഷർമെൻറ്റ്സോ വേണമെങ്കിൽ ഈ ഒരു ഐറ്റം അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഡ്രോയിങ്സ് ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രോയിങ്സ് ഫൈനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു മെത്തേഡ് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു റഫ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പോവാണ് ഒരു വെയർ ഹൗസിൻ്റെ. ഓൾറെഡി അതിൻ്റെ ഏരിയ ഉണ്ട് 10,000 സ്ക്വയർ ഫീറ്റ്. ഏരിയ ഇല്ലെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടെങ്കിൽ ഏരിയ കിട്ടും. ആൻഡ് പ്രിലിമിനറി എസ്റ്റിമേറ്റ് എത്രയാവുമെന്ന് നോക്കിയാൽ ആ ഒരു കോൺട്രാക്ടർ അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹത്തിന് അറിയാം ഹൗ മച്ച് വിൽ ബി ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഫീറ്റിൽ യൂണിറ്റ് സ്ക്വയർ ഫീറ്റിൽ കോസ്റ്റ് എത്രയാണ് അദ്ദേഹത്തിന് അറിയാം.
സോ വാട്ട് ഹി ഡു ഇസ് ഹി ഡയറക്റ്റ്ലി മൾട്ടിപ്ലൈസ് ഇറ്റ്. അതായത് കോസ്റ്റിനെയും ടോട്ടൽ സ്ക്വയർ ഫീറ്റിനെയും ഡയറക്റ്റ്ലി മൾട്ടിപ്ലൈ ചെയ്ത് അദ്ദേഹം അതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കിട്ടും അല്ലെങ്കിൽ തരും. അതാണ് റഫ് എസ്റ്റിമേറ്റിൽ വരുന്നത്. അതേസമയം ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് വരുമ്പോൾ സെയിം വെയർ ഹൗസിൻ്റെ കേസിൽ സർവേയിങ്ങിൻ്റെ കോസ്റ്റ്, എക്സ്കവേഷൻ കോസ്റ്റ്, ഫൗണ്ടേഷൻ കോസ്റ്റ്, അതൊരു സ്റ്റീൽ സ്ട്രക്ചറാണ് വെയർ ഹൗസ്. സോ ആ സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ കോസ്റ്റ് ആൻഡ് വോട്ട് എവർ ആൻഡ് ഇറ്റ് ഇസ് എല്ലാത്തിൻ്റെയും കോസ്റ്റ് കിട്ടി എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഫൈനലി കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിലെ കോസ്റ്റ്. രണ്ടും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് ആണ് എൻജിനീയേഴ്സ് കോസ്റ്റ് എസ്റ്റിമേറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണിത്. എൻജിനീയേഴ്സ് കോസ്റ്റ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ഓവറോൾ ഡിസൈൻ ഫ്രം ദി സ്റ്റാർട്ട് ടു ദി എൻഡ്, ഓവറോൾ ഡിസൈൻ പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈ എസ്റ്റിമേറ്റിലുണ്ട്. കാരണം ഇതിൽ നമ്മൾ നോക്കുമ്പോൾ പ്രൊജക്റ്റിനെ മേജറായിട്ടും മൈനറായിട്ടും ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ മേജർ പാർട്ടിനും മൈനർ പാർട്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എസ്റ്റിമേറ്റാണിത്. ഇപ്പോൾ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ആണെങ്കിൽ മൈന്യൂട്ട് എലമെൻറ്റ്സ് കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു എസ്റ്റിമേറ്റ് ആണ്. അതുപോലെ തന്നെ ഫണ്ടിങ് പ്രൊജക്ട്സ്, ലാർജ് പ്രൊജക്റ്റിന് ഫണ്ടിങ്ങും കൂടെ ഉള്ള പ്രൊജക്ട്സ് ആണെങ്കിൽ മൈന്യൂട്ട് എലമെൻറ്റ്സ് ചിലപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫണ്ടിങ് വേരിയേഷൻസ് വരും. അങ്ങനെ വരാതിരിക്കാനും ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോൺട്രാക്ടറിന് വേണ്ടത് കൺസ്ട്രക്ഷൻ മെത്തേഡ്, ഫാബ്രിക്കേഷൻ മെത്തേഡ്, സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻസ് ഇതിനെല്ലാം പറ്റിയൊരു നോളജ്. അതുപോലെ തന്നെ ഏതൊരു മെഷർമെൻറ്റ് എടുത്താൽ പോലും എത്ര കോസ്റ്റ് ആകുമെന്ന് അറിയണം. അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് പ്രോജക്റ്റിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നാണിത്. അതുപോലെ തന്നെ ഒരു പ്ലാൻ നമുക്കുണ്ടെങ്കിൽ ആ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസിൻ്റെയും എസ്റ്റിമേറ്റ് എടുക്കും. പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത മെറ്റീരിയൽസിൻ്റെയും എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചെടുക്കാം. അതാണ് പറഞ്ഞത് മേജർ ആൻഡ് മൈനർ കമ്പോണൻസിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈച്ച് ഐറ്റം മസ്റ്റ് ബി പെയ്ഡ് ഇൻ സം മാനർ. അതായത് എങ്ങനെ പോയാലും ഇതിൽ ഏറ്റവും മൈന്യൂട്ട് കാര്യത്തിന് പോലും ഒരു പേയ്മെൻറ്റ് ഉണ്ടാകും. അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആൻഡ് നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ് വരുന്നത്. അതായത് ഒരു RCC കോളം, അതിൽ കോൺക്രീറ്റ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ കോൺക്രീറ്റ് റീൻഫോഴ്സ്ഡ് സ്റ്റീൽ മാത്രമേ ഉള്ളൂ. പക്ഷേ എൻജിനീയേഴ്സ് കോസ്റ്റ് എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ കോൺക്രീറ്റിൽ 3 കമ്പോണൻസ് ഉണ്ട്: ഫൈൻ, കോഴ്സ്, അഗ്രിഗേറ്റ് ആൻഡ് സിമെൻറ്റ്. പിന്നെ റീൻഫോഴ്സ്ഡ് സ്റ്റീലുണ്ട്, പിന്നെ എൻ്റെ ഫോം വർക്കുണ്ട്. അങ്ങനെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരും. പക്ഷേ ഇത്രയൊക്കെ കാര്യങ്ങൾ കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് ഫൈനലി ഓരോന്നിൻ്റെയും എസ്റ്റിമേറ്റ് എടുത്തിട്ട് കിട്ടുന്ന ടോട്ടൽ കോസ്റ്റാണ് ആ പെർട്ടിക്കുലർ വർക്ക്, അതായത് RCC കോളത്തിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് വരുന്നത് ഫോർമുലേസ് ആണ്. ഒരു ഫോർമുല യൂണിറ്റ് കോസ്റ്റ് മെത്തേഡിൻ്റെ ഫോർമുല, അതായത് y = സിഗ്മ UIQI ആൻഡ് I വേരീസ് ഫ്രം 1 to n. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ്. അത് അടുത്തൊരു ഫോർമുലയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് n എന്താണെന്ന്. നെക്സ്റ്റ് U എന്ന് പറഞ്ഞാൽ യൂണിറ്റ് കോസ്റ്റും Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയാണ്. അതായത് ഡയറക്റ്റ്ലി ക്വാണ്ടിറ്റി ഇൻറ്റു കോസ്റ്റ് ഗീവ്സ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ കുറച്ച് മുമ്പ് വെയർ ഹൗസിൻ്റെ എക്സാമ്പിളിൽ കണ്ടിട്ടുണ്ട്, റഫ് എസ്റ്റിമേറ്റ് എടുക്കാൻ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ സ്ക്വയർ ഫീറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ടോട്ടൽ എസ്റ്റിമേറ്റ് എടുത്തത്. ഇവിടെ ആകുമ്പോൾ ഓരോന്നിൻ്റെയും, അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഇവിടെ ആകുമ്പോൾ ഓരോന്നിൻ്റെയും എടുത്തിട്ട് ഫൈനലി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടും ഒരു പ്രൊജക്റ്റിൻ്റെ. അതാണ് ഇതിൽ പറയുന്നത്. Q എന്ന് പറഞ്ഞാൽ ഓരോ എലമെൻറ്റിൻ്റെയും ക്വാണ്ടിറ്റി വരും. ആൻഡ് U എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ UI എന്ന് പറഞ്ഞാൽ ഓരോ എലമെൻറ്റിൻ്റെയും യൂണിറ്റ് കോസ്റ്റാണ്. ഫാക്ടർഡ് യൂണിറ്റ് കോസ്റ്റ് ഫോർമുല, അതായത് എൻജിനീയേഴ്സ് കോസ്റ്റ് എസ്റ്റിമേറ്റിൽ മൈനർ ആൻഡ് മേജർ എലമെൻറ്റ്സിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ മൈനർ എലമെൻറ്റ്സ് എടുക്കുന്നത്? ഒരിക്കലും യൂണിറ്റ് കോസ്റ്റ് ഫോർമുല വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം U ആൻഡ് Q ഇതിൻ്റെ യൂണിറ്റ് കോസ്റ്റും ക്വാണ്ടിറ്റിയും ഡിറ്റർമൈൻ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് മൈനർ എലമെൻറ്റ്സിൻ്റെ. സോ നമ്മൾ ചെയ്യുന്നത് ഓൾറെഡി ഒരു ഫാക്ടർഡ് എലമെൻറ്റ്സ് ഇതിന് ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാക്ടർഡ് മീൻസ് സേഫ് ആണ്. അതായത് ഇത്രത്തോളം വാല്യൂ വരെ അല്ലെങ്കിൽ ഇത്രത്തോളം വാല്യൂ വരെ ഇതിന് എസ്റ്റിമേറ്റിൽ വരാം, അപ്പുറത്തേക്കില്ല. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ആ ഒരു വാല്യൂ വെച്ചിട്ടാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുന്നത്. ആൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y = സിഗ്മ CI × 1 + FI. ഇതിൽ C എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ആൻഡ് F എന്ന് പറഞ്ഞാൽ ആ ഫാക്ടർഡ് എലമെൻറ്റ്സ് ആൻഡ് Y ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ഈ ഇക്വേഷൻ വെച്ച് സിംപ്ലി നമുക്ക് കിട്ടും മൈനർ എലമെൻറ്റ്സിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. അടുത്തത് വരുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ആൻഡ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ മെയിൻലി പ്രിലിമിനറി കോസ്റ്റ് എസ്റ്റിമേറ്റ് അഡ്വാൻറ്റേജസ് ആണെന്ന് ഞാൻ പറഞ്ഞു.
അപ്പോൾ ആ ഒരു പ്രിലിമിനറി കോസ്റ്റ് എസ്റ്റിമേറ്റിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജുമാണ് ഈ ഓവറോൾ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്? ഒന്ന്, നമുക്ക് റഫ് എസ്റ്റിമേറ്റ് വേണമെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആണ്. ഡ്രോയിങ്സോ സ്പെസിഫിക്കേഷൻസിൻ്റെ ആവശ്യമില്ല, ഒരു മെഷർമെൻറ്റിൻ്റെയും ആവശ്യമില്ല. അതുപോലെ ബിൽഡിംഗ് സ്റ്റാൻഡേർഡ് സൈസിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളെങ്കിൽ എസ്റ്റിമേറ്റ് എടുക്കാൻ ഈസിയാണ്. അതുപോലെ ഒരു കൺസൾട്ടൻറ്റിന് ചാർജ് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഇതിനകത്തൊന്നും യൂസ് ചെയ്യുന്നില്ല, ഒരു മെറ്റീരിയലും ഇല്ല, എക്സ്പീരിയൻസ് മാത്രം മതി പ്രിലിമിനറി എടുക്കുമ്പോൾ. സോ ഫ്രീ ഓഫ് ചാർജ് ആണ്. അതുപോലെ തന്നെ ക്ലയൻറ്റിൽ നിന്നും ലിറ്റിൽ ഇൻഫർമേഷൻ, ലൈക്ക് അദ്ദേഹവുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ്സ് വേണം എന്നൊരു ധാരണ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. ആ ഒരു യൂണിറ്റ് വെച്ചിട്ട് ബാക്കി എല്ലാം എസ്റ്റിമേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. സോ അതാണ്, ഇത്രയുമാണ് ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുമ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് മെയിൻലി രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. അതായത് ഒന്ന്, എല്ലാ പ്രൊജക്റ്റിനും ഇത് റിലയബിൾ അല്ല. ലൈക്ക് വലിയ വലിയ മാസ് പ്രൊജക്ട്സ് ഇല്ലേ, റൺവേ, റോഡ് വേ, റെയിൽവേ, ബ്രിഡ്ജസ്, അങ്ങനെ വരുമ്പോൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എടുക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അത് റിലയബിൾ അല്ല. അതുപോലെ തന്നെ ലാർജ്, നമ്മളിപ്പം പ്രിലിമിനറി എസ്റ്റിമേറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ ലാർജ് ഡീവിയേഷൻസ് വരാം ആക്ച്വൽ വാല്യൂയിൽ നിന്ന്, അല്ലെങ്കിൽ അക്യുറേറ്റ് വാല്യൂയിൽ നിന്ന്. അതുകൊണ്ട് അല്ലാതെ തന്നെ ചെയ്യുമ്പോഴും ഒരു അക്യുറേറ്റ് വാല്യൂയിൽ നിന്നും ഡീവിയേഷൻസ് വരാം സാധാ പ്രൊജക്ട്സിലും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ ഇത് രണ്ടുമാണ് ഡിസഡ്വാൻറ്റേജസിൽ വരുന്നത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.